സർ, ഇറാൻ ഇസ്രയേൽ US യുദ്ധം ഇത് തുടങ്ങിയ സമയത്ത് വലിയ രീതിയിൽ ഒരു പ്രകമ്പനം ഉണ്ടായിരുന്നില്ലെങ്കിലും പിറ്റേ ദിവസം എല്ലാവരും ഞെട്ടിയത് ഖമേനിയുടെ വധം. ഖമേനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. പക്ഷേ ഈ യുദ്ധം തുടങ്ങിയ ഉടൻ തന്നെ ഖമേനി എവിടെയാണ്, അല്ലെങ്കിൽ ഖമേനി ഇന്നേ സ്ഥലത്തുണ്ട്, ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഖമേനിക്ക് നേരെ ആക്രമണം നടത്തുക, വധിക്കുക, ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. അതും ഇറാൻ അകത്ത് വെച്ച് അത് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇസ്രയേൽ ഇതിന്റെ പുറകെ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ഖമേനിക്ക് പുറകെയായിരുന്നു. അത് ആ യുദ്ധം തുടങ്ങിയ ആദ്യത്തെ 2 ദിവസങ്ങളിൽ മാത്രമല്ല, വർഷങ്ങളായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഖമേനിയെ വധിക്കാൻ ഇസ്രയേൽ പുറത്തെടുത്ത ആ യുദ്ധതന്ത്രം എന്താണ്? ഖമേനിയെ വധിക്കുക എന്നുള്ള ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് ഇസ്രായേലാണ് എത്തിയത്. സത്യത്തിൽ വേറെ ഒരാളോ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്തുകൊണ്ടാണ് ഇസ്രായേൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നതും കൂടി നമ്മൾ ഈ സമയത്ത് ഒന്ന് ചിന്തിക്കണം ചെറുതായിട്ട്. കാരണം ഇസ്രായേലിന് വലിയൊരു തലവേദനയാണ് ഈ പലസ്തീൻ. അതുപോലെ തന്നെ ലോകത്തിലുള്ള സകല മുസ്ലിങ്ങളും ഇസ്രായേലിനെതിരെയാണ്. അത് എന്തിനാണെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടിട്ടില്ല. പക്ഷെ കുറച്ച് ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ പറയുകയാണ്. ഇത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് നമ്മുടെ ഒരു പഴയ DGP ഉണ്ട്, എന്ത് അലക്സാണ്ടർ ആണ്, അദ്ദേഹത്തിന്റെ കുറെ യൂട്യൂബ് വീഡിയോകൾ കിട്ടും. അതില് ഈ ജൂതന്മാരായിരുന്നു ഈ മക്കയിലും മദീനയിലും പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ അവിടെ ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം വളരെ വിശദമായിട്ട് അത് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ജൂതന്മാരെ മുഴുവനായി അവിടുന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് ഈ മക്കയും മദീനയൊക്കെ പിടിച്ചെടുക്കുന്ന ആ ചരിത്രം നിങ്ങൾ അതിൽ നോക്കി പഠിക്കുക. അപ്പോ ഈ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിന്റെ ഏറ്റവും ബദ്ധശത്രു, അവരുടെ നാശത്തിന് കാരണക്കാരനാകുന്ന ഒരു വിഭാഗമാണ് ജൂതർ എന്ന ഒരു ഭയങ്കര പേടി അവരുടെ മനസ്സിൽ. അവരുടെ ചെറുപ്പം മുതലേ ഈ നമ്മുടെ എന്താ പറയാ, ചെറിയ കുട്ടികളെ ഓത്തുപഠിക്കില്ലേ, ഓത്തുപഠിപ്പിക്കുമ്പോൾ അവര് ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ ജൂതരെ കുറിച്ച് അനാവശ്യമായ കഥകൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ആ കഥയുടെ ആ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ മുസ്ലിം പയ്യന്മാരും ഇസ്രായേലിന് എതിരാണ്. അവരെ ഒന്നും അറിയില്ല, പക്ഷെ ഇസ്രായേലിന് എതിരാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചെങ്കിൽ, ഈ ഇസ്രായേൽ എന്ന ഈ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരേനെ ഈ മക്ക ഭരിക്കുന്നു, മദീന ഭരിക്കുന്നു, അവർക്ക് സ്വന്തമായ ഈ ഒരു പ്രദേശം തന്നെ അവർ ഭരിക്കുന്നു. പിന്നീട് എല്ലാവരും കൂടി അവർക്ക് രാജ്യം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. അവസാനമാണ് ഇപ്പോഴുള്ള ഈ ചെറിയ സ്ഥലത്ത് അവര് വളരെ ബുദ്ധിപരമായിട്ടും അവരുടെ ടെക്നിക്കൽ നോളജൊക്കെ ആയിട്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് തന്നെ അവിടെ ജീവിക്കുന്നത്. എന്നിരുന്നാലും അവരെ പലതരത്തിൽ ആക്രമിച്ചും ശല്യം ചെയ്തും അതിനായിട്ട് ഒരു പലസ്തീൻ അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുമുണ്ട്. ഈ പലസ്തീൻകാരെന്താ ചെയ്യുന്ന, സ്ഥിരമായിട്ട് ഇവരെ കല്ലെറിയുക. അപ്പൊ ഈ കല്ലെറിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഈ ഫണ്ട്, ഈ കല്ലെറിഞ്ഞിട്ട് അത് കൊണ്ടു നടക്കണ്ടേ, അതിനൊരു ഫണ്ട് വേണ്ടേ, ഈ ഫണ്ട് അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ഇത് ഓരോ സന്ദർഭങ്ങളിലാണ് പലസ്തീൻ അറ്റാക്കുകൾ, പലസ്തീനല്ല, ഇസ്രായേലിന് അറ്റാക്ക് വരുന്നത്. അത് ത്രൂ പലസ്തീനാണ് വരുന്നത്. അത് കുറെ കാലങ്ങളായിട്ടാണ്, ഇന്നോ ഇന്നലെയോ മിന്നോ തുടങ്ങിയതല്ല. അപ്പോ ഇസ്രായേൽ തന്നെ ഇതിന്റെ റൂട്ട് കനാൽ കണ്ടെത്താനായിട്ട് അതിന്റെ ഒരു അവരുടേതായ രഹസ്യാന്വേഷണ വിഭാഗം ഇത് പഠിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ എല്ലാ തരത്തിലുള്ള പഠനങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്ത് അവസാനം ഇത് ഇറാനിലെത്തുകയാണ്. ഇതിന്റെ അടിസ്ഥാന സ്ഥലം അത് ഇറാൻ എന്ന് അവർക്ക് മനസ്സിലായിട്ട് തന്നെയാണ് അവർ
ഈ തീവ്രവാദം എന്ന സംഭവം ലോകത്ത് നടക്കുന്ന സകല തീവ്രവാദങ്ങളും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ത്രൂ ഇറാനിൽ കൂടെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് അവർക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇറാനിലെ ഈ നേതാവ് എന്ന് പറയുന്നത് 10-86 വയസ്സായ ആളാണ് ഖൊമൈനി. അപ്പൊ ഈ അലി ഖൊമൈനിയെ അതിനു മുമ്പേ അവര് മര്യാദയുടെ ലെവലിലേക്ക് കൊണ്ടുവരാൻ നോക്കി ത്രൂ അമേരിക്ക. അതായത് അദ്ദേഹം ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാൻ ഉള്ള ഒരു പദ്ധതിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. സത്യത്തിൽ ഇറാന് ഈ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാൻ പാടില്ല, അതിനുള്ള അനുവാദം അവർക്കില്ല. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവിടെ ന്യൂക്ലിയർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുവദീയമായ 3-4 രാജ്യങ്ങളെ ആകെ ഉള്ളൂ. അതായത് ആ കോൺട്രാക്റ്റിൽ നിന്നുകൊണ്ട് ഇതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ കയറി സൈൻ ചെയ്താൽ, അതായത് NPT, ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്നാണ് ഈ സംഘടനയുടെ പേര്. ഈ സംഘടനയിൽ ഒപ്പുവെച്ചാൽ പിന്നെ അവിടെ ഉള്ള നിഷ്കർഷങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഈ ന്യൂക്ലിയർ വെപ്പൻസോ എന്ത് കാര്യങ്ങളും അവിടെ നിർമ്മിക്കാൻ പാടുള്ളൂ. അവരുടെ അനുമതി ഉണ്ടായിരുന്നു. ഒരു കണക്കിലും ന്യൂക്ലിയർ ബോംബ് ഇതൊന്നും ഉണ്ടാക്കാനുള്ള അനുമതി അവർക്കില്ല ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിൽ സിഗ്നറ്ററിയാണ് ഇറാൻ, അമേരിക്ക, അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങൾ. അപ്പോൾ ആ സിഗ്നറ്ററി ഉള്ള ഇതിനുള്ള പവറുള്ള ആൾക്കാർ അമേരിക്ക, ഇങ്ങനെ 3-4 രാജ്യങ്ങൾക്കേ ഉള്ളൂ, ഇറാൻ ഇല്ല. അപ്പൊ ഇറാൻ ഇതിൽ സൈൻ ചെയ്യുകയും ഈ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു എന്ന്, അതായത് ഇനി അടുത്ത യുഗത്തില്, അതായത് ഇനി പുതിയ യുഗത്തില് ഈ മിസൈൽ കൊണ്ടിട്ടാലോ ബോംബിട്ടാലോ ഒന്നും പ്രശ്നം തീരില്ല എന്ന് എല്ലാ രാജ്യങ്ങളും പറയാൻ തുടങ്ങിയിട്ടില്ല. പണ്ട് നമുക്കറിയാം അമേരിക്ക ജപ്പാനിൽ കൊണ്ടുപോയി ന്യൂക്ലിയർ ഇത് ഇട്ട ഒരു സംഭവം ഇനി നമുക്കറിയാം. എന്നിട്ട് കാലങ്ങളോളം അതിന്റെ നരകം നമ്മൾ കണ്ടതാണ്. എന്തിനു പറയുന്നു, നമ്മൾ ന്യൂക്ലിയർ ഒന്നും ഇട്ടില്ലെങ്കിലും നമ്മുടെ ഇന്ത്യയില് ഒരു ബാറ്ററി കമ്പനിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ന്യൂക്ലിയർ ഇതായിട്ട് പൊട്ടിത്തെറിച്ച് ഒരുപാട് ആൾക്കാർ മരിച്ചു. ഒരുപാട് ആൾക്കാർക്ക് അതിന്റെ പിന്നീടുള്ള ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും വേണ്ട, നമ്മുടെ ഈ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്ന ആ മരുന്നുണ്ടല്ലോ, അതടിച്ചിട്ട് കാസർഗോഡിലെ ഒരു പ്രത്യേക ഏരിയയിൽ ഒരുപാട് ആൾക്കാർക്ക് എൻഡോസൾഫാൻ ഇത് പ്രയോഗിച്ചിട്ട് അത് സസ്യങ്ങളിൽ പ്രയോഗിച്ച കാരണം ആ പ്രകൃതിയിലും ഈ സസ്യങ്ങളും ഉപയോഗിച്ചുമായിട്ട് ഒരു വലിയ സമൂഹം, പിന്നീട് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളടക്കം ഇതിന്റെ പ്രത്യാഘാതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ന്യൂക്ലിയർ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമുള്ള സംഭവമാണ്. അപ്പൊ അതിന് ഒരു പ്രത്യേക നിയമങ്ങളൊക്കെ ഈ എല്ലാ രാജ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ഇറാൻ അവർക്ക് കൂടുതൽ ടൈറ്റായി വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ഈ യുദ്ധ സാമഗ്രികളുടെ ഒരു മുതൽക്കൂട്ടായി ഈ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് പോകുന്നു എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുകയാണ്. അപ്പോഴാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ ചർച്ച തുടങ്ങി വെക്കുകയും ഒരു കരാറ് അവരെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. അത് 2-3 ഘട്ടം കഴിഞ്ഞതാണ്, 1-2 ഘട്ടം കഴിഞ്ഞതാണ്. 3-ാമത്തെ ഘട്ടത്തിൽ ഇറാനെ വിളിച്ചിരുത്തി സംസാരിക്കുന്നു, ഈ കരാറിൽ നിർബന്ധിച്ച് ഒപ്പിടാൻ പറയുന്നു. പക്ഷെ അദ്ദേഹം ഈ അലി ഖൊമൈനി അതിൽ സൈൻ ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെയാണ് ഇപ്പൊ 4 ദിവസം മുമ്പ് വീണ്ടും ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ രഹസ്യമായ ആ ഒരു ചർച്ചയെ വിളിച്ച സംഭവം എന്താണെന്ന് ആർക്കും അറിയില്ല. പെട്ടെന്നായിരുന്നു അന്ന് രാത്രി തന്നെ ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോ ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോ ഈ ഇറാനും വളരെ പ്രിപ്പയർഡ് ആണ്. കാരണം ഇങ്ങനെ ഒരു യുദ്ധം വരും എന്ന് അവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അവരുടെ പോക്ക് ശരിയല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ഇതിൽ നമ്മളെല്ലാവരും മനസ്സിൽ കരുതിയ കാര്യം, അതായത് ലോകരാജ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇപ്പൊ അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ഏത് രാജ്യത്തായാലും ഭരിക്കുന്നവരും
അവർക്ക് ആ ഭരണത്തെ ഇഷ്ടപ്പെടാതെ അതിനെ എതിർക്കുന്നവരും ആ ഭാഗത്ത് ഉണ്ട്. പക്ഷെ അവരേനൊക്കെ കൊന്നുകളയ, സംസാരിച്ചാൽ കൊന്നുകളയ. ഇതാണ് ഇറാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 2 മാസം മുമ്പ് അവിടെ ഒരു 32,000 പേരെ വെടിവെച്ച് കൊന്നു. ഒരു ചോദ്യവുമില്ല, ഒരു പരസ്പരം ഒരു ആശയം, സംശയം തോന്നിയാൽ പിടിക്കുക, കൊല്ലുക. ഇതാണ് അവിടുത്തെ ഈ ഖൊമൈനി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ ഡിക്റ്റക്ടർ, ഹിറ്റ്ലറെ കാട്ടിയും അല്ലെങ്കിൽ സ്റ്റാലിൻ ഇവരെ കാട്ടിയും അപ്പുറത്തായിരുന്നു ഇയാൾ എന്നാണ് പറയുന്നത്. അത് ഇറാനിലെ ജനങ്ങൾ പറയണം, അത് പറയാൻ പേടിയായിരുന്നു ഇറാനിലെ ജനങ്ങൾക്ക്. ഇന്ന് പല സോഷ്യൽ മീഡിയയിലും ഇറാനിലെ പൊതുജനങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കുറേശ്ശെയൊക്കെ സംസാരിച്ച് വരാൻ തുടങ്ങി, ഇദ്ദേഹം മരിച്ച കാരണം. എന്നാലും വരില്ല, കാരണം ഇപ്പോഴും ആ ഭരണം അവിടുന്ന് പോയിട്ടില്ല. അതിന്റെ പിന്തുടർച്ച ആയ ഭരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനങ്ങൾക്ക് ഇപ്പോഴും പൂർണ്ണ ധൈര്യം ഇപ്പോഴും വന്നിട്ടില്ല. ഇനി ഇദ്ദേഹത്തെ ഈ കരാറും അദ്ദേഹം ലംഘിക്കുമെന്ന് മുന്നേ കൂട്ടി ഇസ്രായേൽ കണ്ടിരുന്നു. ആ ഇസ്രായേൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ സ്വന്തമായിട്ട് വേറെ ഒരു വഴിയിൽ കൂടെ ഇയാളെ ഇവിടുന്ന് നിഷ്കാസനം ചെയ്യണം എന്ന പ്ലാൻ ഇസ്രായേൽ മുന്നേ കൂട്ടി തീരുമാനിച്ച് അതിനുള്ള കരുക്കളും ഇസ്രായേൽ സ്വന്തമായി ചെയ്തിരുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇസ്രായേലിന് നന്നായി അറിയാം ഇത് ശരിയാവില്ല, മുന്നോട്ട് പോകില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ ഇസ്രായേലിന്റെ ഈ ഓപ്പറേഷൻ തുടങ്ങി വെക്കുന്നത്. ഈ ഓപ്പറേഷൻ എങ്ങനെ തുടങ്ങണത്? ഈ ടെഹ്റാനില് പാസ്ചർ സ്ട്രീറ്റ് എന്ന് പറയുന്നത് കർശനമായ അതീവ സുരക്ഷയായ ഒരു സ്ട്രീറ്റാണ്. അതിലാണ് ഈ ഖൊമൈനിയുടെ വീടും ഓഫീസും ഒക്കെ നിൽക്കുന്നത്. അവിടെ ആർക്കും ചെല്ലാനൊന്നും പറ്റില്ല, അത്രയും കർശനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹം വധിക്കപ്പെടുന്നത്. അത് അവിടെ എത്തിപ്പെടാൻ, അവിടെ ആ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം കൊല്ലങ്ങളോളം നിരീക്ഷണം നടത്തിയിട്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോയത്. അതിന് അവർ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ കടന്നുകൂടി അവിടുത്തെ സാങ്കേതിക ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം ഹൈജാക്ക് ചെയ്ത് അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഇവരുടെ കൺട്രോളിലാക്കി അവിടുത്തെ ട്രാഫിക് ക്യാമറകൾ, CCTV ക്യാമറകളൊക്കെ ഹൈജാക്ക് ചെയ്ത് അത് ഇസ്രായേലിൽ ഇരുന്ന് കണ്ട് ഇയാളുടെ ഒരു ദിവസത്തെ ദിനചര്യ എങ്ങനെയാണെന്ന് പഠിച്ച് അദ്ദേഹം വരുന്നതും പോകുന്നതൊക്കെ കൺഫേം ചെയ്ത് ഓരോ ദിവസവും വരുന്നതും എപ്പോൾ വരുന്നു, എത്ര നേരം ഇരിക്കുന്നു, ആരൊക്കെയായി സംസാരിക്കുന്നു, അവിടെ വരുന്ന സന്ദർശകരെ എല്ലാം ഇവർ മാസങ്ങളോളം നിരീക്ഷിച്ച് അതിന്റെ റിഹേഴ്സൽ നടത്തി അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. ഇനി ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ദിവസം ഈ ഉദ്യോഗസ്ഥരുണ്ട്, അതായത് ഈ ബ്ലാക്ക് കാറ്റ്സ്മാര് ഈ ഖൊമൈനിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ മുഴുവൻ ഫോണുകൾ ഇവർ ഹൈജാക്ക് ചെയ്തിരുന്നു. അവര് ആ ഫോണിൽ കൂടി ഇവരെവിടെയാണ് എന്താണെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഓപ്പറേഷന്റെ ആ കുറച്ച് സമയം മുന്നേ ഈ ഖൊമൈനി ഓഫീസിന്റെ ഉള്ളിൽ കടന്ന് ഖൊമൈനിയുടെ ഒപ്പം ഓഫീസിൽ വരാന്ന് പറഞ്ഞ് നമുക്കറിയാലോ, ഇവിടെ പിണറായി വിജയനും നമ്മുടെ നരേന്ദ്രമോദിയൊക്കെ പോകുമ്പോ ഒരു ടീം ഓഫ് ആൾക്കാരുണ്ട്, ഒന്നോ രണ്ടോ ഒന്നല്ല, ഒരു വലിയ ടീം, ചീഫ്, മിലിറ്ററി ചീഫ്, എയർഫോഴ്സ് ചീഫ്, എല്ലാവരും, എല്ലാ കൺസൾട്ട് ഉദ്യോഗസ്ഥന്മാർ, ഹൈ ഓഫീസേഴ്സ് എല്ലാവരും, ഇവരെല്ലാവരും ഈ ഓഫീസിലേക്ക് കയറി വരുന്നുണ്ട്. ആലോചിച്ച് നോക്കണം. അങ്ങനെ ഇവരെല്ലാവരും ഇവരുടെ മൊബൈലൊക്കെ ഹൈജാക്ക് വെച്ച് നോക്കിയിട്ടാണ് ഈ ഇസ്രായേലി തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ആ 30 മിസൈലുകൾ വെച്ചിട്ടുള്ള ഒരൊറ്റ സെക്കൻഡ് ഓപ്പറേഷനാണ്. അത് ഓപ്പറേഷൻ കൊടുക്കുന്നതിന് മുമ്പേ ഈ ഉദ്യോഗസ്ഥരുടെ മുഴുവൻ മൊബൈല് വെച്ച് കൺഫേം ചെയ്തിട്ട് ആ ഓപ്പറേഷൻ ചെയ്യുന്നതിന് കുറച്ചു മുന്നേ ഈ മൊബൈൽ എല്ലാം ഔട്ട് ഓഫ് ഓർഡർ ആക്കി. ഒന്നിലും അങ്ങോട്ടും ഒന്നും സംസാരിക്കാൻ പറ്റില്ല. എന്നിട്ടാണ് ഈ പരിപാടി ഒപ്പിക്കുന്നത്. അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റിയില്ല, അലി ഖൊമൈനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല, അത് കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്താണ് കേറി അറ്റാക്ക് ചെയ്യുന്നു. ഓഫീസിലിരുന്ന് ഖൊമൈനി ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് എന്തോ ചർച്ച ചെയ്യുമ്പോഴാണ് ആ ഓഫീസെ തകർന്നു പോവുകയാണ്. ആ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഈ ഉദ്യോഗസ്ഥരും സഹായികളും ബ്ലാക്ക് കാറ്റും കംപ്ലീറ്റ് ആ ടീം തന്നെ പോയി. അത്രയ്ക്കും ശക്തമായിരുന്നു ഇസ്രായേലിന്റെ ഈ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഖൊമൈനി മരിച്ചു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം
ട്രംപ് വിശ്വസിച്ചിട്ടില്ല. അതാ തമാശ. പിന്നീട് രാത്രി കൺഫേം ചെയ്തിട്ട് ട്രംപ് ഇത് പറഞ്ഞുള്ളൂ. കാരണം ട്രംപിന് പോലും ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇതാണ് ഗൊമയുടെ സത്യമായ ആ ഓപ്പറേഷന്റെ കഥ. യെസ്, വ്യക്തമാണ് സാർ. എന്തായാലും ഇസ്രയേൽ ഒരു 2 ദിവസം കൊണ്ട് എടുത്ത തീരുമാനമോ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷനോ ആയിരുന്നില്ല ഖമേനിയെ വധിക്കുക എന്നത്. ജയശങ്കർ സാർ പറഞ്ഞതുപോലെ വർഷങ്ങളോളം അതിശക്തമായി ഇസ്രയേൽ നിരീക്ഷിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്. അതിന്റെ ഒരു ഫലം എന്ന് വേണമെങ്കിൽ ഖമേനിയുടെ വധത്തെ കാണാനും സാധിക്കും. വ്യക്തമാണ്. താങ്ക് യു സാർ.